മെയിൻ പ്ലെയർ കേട്ടോ. ഇമ്രാൻ ഫുട്ബോളൊക്കെ ആയിട്ട് വന്നിരുന്നത് ഫോൺ കളിക്കാൻ. ചായ ഒക്കെ എടുക്കും കേട്ടോ മക്കളെ. ഞങ്ങളിന്ന് എവിടേക്ക് പോണെന്ന് പറഞ്ഞെടുത്തേ. നമ്മളെ ആഫ്രിക്കയിലെ മൊസാംബിക്കിന്റെ ബ്ലാക്ക് ബുൾസിന്റെ ഒറിജിനൽ ഇന്റർനാഷണൽ ലെവലിൽ ഗ്രൗണ്ട് അത്ര പൊക്കണ ഞാൻ കണ്ടില്ല. അപ്പൊ അമ്മതിരി ഗ്രൗണ്ടാന്ന് പറയണത്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് ഓക്കെ. അല്ലേ എമ്രാനെ കത്തിക്കണ സ്ഥലമാണ്. ഓ വേസ്റ്റ് കത്തിക്കണ ഒരു ഏരിയ. ഓ ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കുഴപ്പമില്ല അല്ലേ. പള്ളിയിലൊക്കെ കണ്ടിട്ടില്ല. ഗ്ലാസ് തുറക്കാനും പറ്റില്ല. എന്റെ ഫോണിലാണെങ്കിൽ ക്ലിയറും കിട്ടുന്നില്ല. പെട്ട അവസ്ഥയാണ്. വേണ്ട ആ സ്മെല്ല് ഞാൻ പ്രശ്വസിക്കണ്ട്. കേട്ട കുറച്ചിട്ട് തുറക്കാം. കുട്ടിയില്ലേ മലയാളി ഷോപ്പാണല്ലേ. മലയാളികളുടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ മെയിൻ പ്ലെയർ എന്ത് ചെയ്യേ ഒന്നുകൂടി പറഞ്ഞ. മെയിൻ പ്ലെയർ ഉറങ്ങാണ്. കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ജൂനിയർ പ്ലെയർ ഓൾറെഡി അവിടെ എത്തിയിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഇതൊക്കെ മെയിൻ ഇന്റർനാഷണൽ ലെവൽ പ്ലെയർ ബാക്കിയിരിക്കുന്നുണ്ട്. ചായ ഉണ്ടാക്കണേ. അയ്യോ ചായ സെർവ് ചെയ്യണ എല്ലാവർക്കും. ഓക്കെ, ആള് ഇറങ്ങിയ പ്രശ്നമാണ്. അങ്ങനെ ഇപ്പൊ കുട്ടീനെ ട്രെയിൻ ചെയ്യണ ആ ഒരു തിരക്കിലാണ്. ഇത് ഭാവി പ്ലെയറാണ് അല്ലേ ഇമ്രാനെ. അല്ലേ ഈ ഷോ ഷോ പറഞ്ഞേ. ഷോ 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 ഷോ. ഇവന് ഇവിടുത്തെ ഭാഷ പഠിപ്പിച്ചിട്ടേ ഓനെ നമ്മളെ ഭാഷ പഠിപ്പിക്കണം. വെറുതാണ് ഗ്രൗണ്ട് അല്ലേ. ഈ ഒരു കമ്പനിയുടെ ആണ് നമ്മള് കളിക്കാൻ പോണ ഗ്രൗണ്ട് കേട്ടോ. കളിക്കാർ താമസമല്ലോ അല്ലേ. ഓ ഹെവി മോനെ. ആ സ്റ്റേഡിയം തന്നെ കേട്ടാ. അപ്പുറത്തെ സ്റ്റേഡിയം ഇവിടെ ആവും നമ്മ കളിക്കുന്നത്. ആ ഏത് ഈ അപ്പുറത്തുള്ള ഓക്കെ. ഇവിടെ സ്റ്റേഡിയം ഒക്കെ ഉണ്ട് കേട്ടാ. ഓ പുളി ആൾക്കാര്. ഓ ഇത് നമ്മളെ പ്ലെയേഴ്സിന്റെ ബസ്. ഈ ആളെ കുറിച്ചിട്ടൊന്ന് പറയണം കേട്ടോ. ഇവിടുത്തെ നല്ലൊരു എന്താ പറയാ നല്ല പിടിപാടുള്ള ഒരു ബിസിനസ് മാനാണ് കേട്ടോ. ആള് പ്രൊമോട്ട് ചെയ്യണ കുറെ കാര്യങ്ങളാണ്. സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യണ കുറെ കാര്യങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. സ്പോർട്സിന് പ്രത്യേക പ്രൊമോഷനും ഉണ്ട്. അവർക്ക് ഫുട്ബോൾ ടീമുണ്ട്, പ്രത്യേകിച്ച് റണ്ണിങ് ക്ലബ് ഉണ്ട്, റണ്ണിങ് ഗ്രൂപ്പ് ഉണ്ട്. പല പല സ്പോർട്സിലും ആള് ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ സ്പോർട്സ് ഒക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഗൈസ് കാണിച്ചു തരാം. ഗ്രൗണ്ട് കണ്ടോ. ഫുള്ള് മലയാളികളാട്ടോ. ഇപ്പൊ കളിക്കുന്ന മലയാളികളാണ് അല്ലേ. ഇപ്പൊ കളിക്കണ കേട്ടോ. ഇപ്പൊ കളിക്കണ മലയാളികള്. ഇതന്നെ അടിപൊളി ഗ്രൗണ്ട് അല്ലേ. എന്തായാലും സാധാ ഒരു ടർഫ് അല്ലേ. പ്രാക്ടീസ് ഗ്രൗണ്ടാണ്. ഒറിജിനൽ ഗ്രൗണ്ടിൽ നമുക്ക് അലൗഡില്ല. അല്ല നമ്മൾ പുകഴ്ത്തിയ പ്ലെയർ ഒന്നല്ലല്ലോ ആ ഗോളിക്കണത്. മെയിൻ പ്ലെയർ അവിടെ കളിക്കണ്ടാ. പ്ലെയർ എന്താ ഇറങ്ങണ്. ഇമ്രാനെ കളിക്കാൻ പോവാ. സുഫാനെന്നൊക്കെ വിളിക്കണ്ടല്ലോ കുറച്ചാ. പ്ലേയേഴ്സ് ഉണ്ടപ്പോ അല്ലേ. അടിപൊളി ഗ്രൗണ്ടല്ലേ. നമ്മൾ ഈ ആഫ്രിക്കയിൽ ഒന്നുമില്ലാന്ന് വിചാരിക്കും കേട്ടോ. ആഫ്രിക്ക ഒരു സംഭവം തന്നെ. ഞാൻ ആഫ്രിക്കക്ക് വരുമ്പോ ഞാൻ വരുന്ന ഏരിയ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല.
ഇത് zoom ആവുന്നില്ലല്ലോ. ആ ഇവിടെ ഒരു അക്രഡിറ്റേഷൻ കാണിക്കണ്ടല്ലോ. ആ കാഫ് നമ്മളെ ഈ രാജ്യത്തിലല്ലേ. ഓ അപ്പോൾ അടിപൊളി ടീമാണ്. കാഫിൽ കളിക്കുന്ന ടീമാണ് കേട്ടോ. കാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ അംഗീകാരമുള്ള ഒരു കപ്പാണ്. അക്രഡിറ്റേഷൻ ആഫ്രിക്കൻ നേഷൻസിൻ്റെ ഒരു സ്പെഷ്യൽ കപ്പാണ്. ആ കളിയിൽ കളിക്കുന്ന ടീമാണ് കേട്ടോ. അപ്പോൾ ഹെവി ടീമാണ് നമ്മളെ ഇതിൻ്റെ മുതലാളി വളർത്തിയെടുത്തിട്ടുള്ളത്. മാഷാഅല്ലാ ഉഷാറാക്കട്ടെ. ഫുള്ള് വ്യൂ ഞാൻ കാണിച്ചത്. ഇത് ഒരു സാധാ ഒരു ഗ്രൗണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റേഡിയം വരുന്നത്. അതിൻ്റെ ഇത് ടർഫാണ്, ഇപ്പുറത്തത് ഗ്രാസ് കോട്ട്. അടിപൊളി കോട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ നമ്മളെ മലയാളികൾ മാത്രമായിട്ടാണ് ഈ കളിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ ചെയ്തു കൊടുക്കുന്ന കുറേ കാര്യങ്ങളാണ്. റണ്ണിങ് ട്രാക്ക്, അതിൻ്റെ സൈഡിൽ കൂടെ ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ഇത്രയും മലയാളികൾ ഒരുമിച്ച് കിട്ടുന്നത് ആഫ്രിക്കയിൽ എല്ലാവരും ഉണ്ട്. ഇത് നമ്മളെ ജൂനിയർ പ്ലെയർ പറഞ്ഞു കേട്ടോ. ഓ അവൻ്റെ പോസ്റ്റാണത്. ഇവനിവിടെ ഇവിടുത്തെ അല്ലേ, ഇവനിവിടുത്തെ കുട്ടിയാന്ന് പറയാ. ഇവനിവിടെ കല്യാണം കഴിച്ചതേട്ടാ. എന്താ അവൻ്റെ വാപ്പ മലയാളി ഇവിടെ കല്യാണം കഴിച്ച് ആഫ്രിക്കത്തെ പെണ്ണിനെ കല്യാണം കഴിച്ച് അവർക്കുണ്ടായ മോനാണ് കേട്ടാ. അവന് മലയാളമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണല്ലോ ഇമ്രാൻ. പറ്റുമോ? ആയിവാ നമുക്കപ്പോൾ ഇൻ്റർനാഷണൽ ഗ്രൗണ്ട് കാണാമെന്ന് കേട്ടോ അവർ പറയണേ. നമുക്ക് കാണാലോ. ഇവൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഗൈസ്, കളിക്കാം നമുക്ക്. ഇമ്രാനാണ് ഇവിടുത്തെ പ്ലെയർ കേട്ടോ. ഓക്കെ കൊറേ കാലമായിട്ട് ബോളൊക്കെ തൊട്ടിട്ട് എല്ലാം കാൽമന്നുണ്ട് കേട്ടോ. ഒന്നും മറന്നിട്ടില്ല. കളിക്കാൻ പറ്റുന്നുണ്ട്. കാലിഞ്ചറി അതിന് ശേഷം കളിച്ചിട്ടില്ല. ബോൾ തൊട്ടിട്ട് തന്നെ ഇല്ല. ഇമ്രാനെ നോക്കി ഒന്ന് പോസ് ചെയ്താ. ഇതന്നെ ഞങ്ങളുടെ ഭാവി പ്ലെയർ അല്ലേ, ഭാവി പ്ലെയർ അല്ലേ. ഓ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഗ്രൗണ്ട് അല്ലേ. ഒറിജിനൽ ഇൻ്റർനാഷണൽ ഗ്രൗണ്ട് അല്ലേ. ഇൻ്റർനാഷണൽ ഗ്രൗണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. യുഎയിലത്തെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടി. ഇതാണ് കേട്ടോ വിത്ത് സ്റ്റേഡിയം കണ്ടോ, കാണികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം. ഓ ഒരു 11 അടിപൊളി ഗ്രൗണ്ട്. അപ്പുറത്ത് ഇവിടുത്തെ പരസ്യക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സ്പോൺസേഴ്സ് ഉണ്ട് ചിലവർ. ഇവിടുത്തെ ഈ ഒരു ഇതിൻ്റെ മെയിൻ സ്പോൺസർ ഇതാ ഇവർ തന്നെ കേട്ടോ. ബ്ലാക്ക് ബുൾസ് ലാൽജി ആളിതാണ് ഈ ഒരു ഗ്രൗണ്ട്. ഓ കിട്ടില്ല. അതവിടെ സെക്കൻഡ് ഗ്രൗണ്ട്. അത് സെക്കൻഡ് അല്ലേ? ഇപ്പം മെയിൻ അതാ അല്ലേ. അപ്പോൾ ഇത് അണ്ടർ വർക്കാണ്. അതാണ് ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യണത് സെക്കൻഡ് ഗ്രൗണ്ട്. ഫെസിലിറ്റി ഇതൊക്കെ ഓക്കെ ഫുൾ ഫെസിലിറ്റി ഇവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു
ഗ്രൗണ്ടിലാണ്. അതിൻ്റെ ഇത് കാണുന്നുണ്ട്, സൈഡിൽ ഡ്രസ്സിങ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിയിലുള്ള ഓക്കെ 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 ഓക്കെ. ഈ ഗ്രൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവർ VIP ലോഞ്ച് എവിടെ? അവിടെ ഇതാ ഈ മേലത്തെ VIP ലോഞ്ച്. ഓക്കെ, എന്നാലും അടിപൊളി കേട്ടോ, ഫുൾ സെറ്റ്. ആഫ്രിക്കയിലത്തെ മലയാളികൾ, ഫുള്ള് മലയാളികൾ. ഇവർക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രൗണ്ടും കൂടിയാണിത്. ഇത് ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണത്. എല്ലാ ഞായറാഴ്ച എല്ലാ മലയാളികളും ഇവിടെ ഒത്തുകൂടും കളിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെക്കന്മാരുണ്ട് കേട്ടോ, പ്ലെയറാണ്, ഭാവി പ്ലെയറാണ്. റൊണാൾഡോ നമ്മളാളന്നെ. എല്ലാവരും ഉണ്ട്. ഇതാണ് ഇവരെ ടീമിൻ്റെ പേര്, ബ്ലാക്ക് ബുൾസ്. ബ്ലാക്ക് ബുൾ എന്നല്ല പേര്. നമ്മളെ മുജീബ് മറ്റാളല്ലേ, മൂപ്പരല്ലേ? അല്ല ഈ ഗോളിക്കണേ ഹാരിസ്. മൂപ്പരെ പേരറിയണ്ട. കണ്ടവരൊക്കെ തന്നെയല്ലേ നമ്മള്. എല്ലാവരും ഉണ്ട് കേട്ടോ ഗൈസ്.